RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ എയർ കണ്ടീഷൻ ഫീൽഡിലും റെഫ്രിജറേഷൻ ഫീൽഡിലും യൂസ് ചെയ്യുന്ന ബ്രേസിംഗ് കിറ്റ് എങ്ങനെയാണ് ഒരു സിലിണ്ടറിനോട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ഫ്ലെയിമുള്ള ഒരു ബ്രേസിംഗ് ടോർച്ചാണ്. ഇത് ഓൺലൈനിലും കൂടാതെ AC, ഫ്രിഡ്ജ് മുതലായ ഉപകരണങ്ങളുടെ സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകളിലും ലഭ്യമാണ്. പല ക്വാളിറ്റിയുള്ള ടൈപ്പ് ബ്രേസിംഗ് ടോർച്ചുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ബ്രേസിംഗ് ടോർച്ചാണ്. അപ്പോൾ ഈ ബ്രേസിംഗ് ടോർച്ചിൽ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സിലിണ്ടറാണ്. ഇതിനുള്ളിൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഗ്യാസാണ്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ പോലുള്ള ഒരു സിലിണ്ടറാണ്. അപ്പോൾ ഇതൊരു ഡിസ്പോസിബിൾ ക്യാനാണ്. അപ്പോൾ ഇത് വളരെയധികം ഫ്ലെയിമബിളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. 220 ഗ്രാമാണ് ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഹൈലി ഫ്ലെയിമബിൾ എന്ന നോട്ടിഫിക്കേഷൻ കാണിച്ചിരിക്കുന്നത് കാണാം. ഇതുപോലത്തെ ബ്യൂട്ടൈൻ ഗ്യാസ് ഉപയോഗിച്ച് ബ്രേസിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് ബ്രേസിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വായുസഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ബ്രേസ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഗ്യാസ് ലീക്ക് ആകുകയാണെങ്കിൽ ആ ഗ്യാസ് അവിടെ തന്നെ കെട്ടി നിന്ന് കൂടുതൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബ്യൂട്ടൈൻ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിലുള്ള അടപ്പ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു കണക്ടർ കാണും. ഇവിടെയാണ് നമ്മൾ ബ്രേസിംഗ് ടോർച്ച് കണക്ട് ചെയ്യേണ്ടത്. ബ്രേസിംഗ് ടോർച്ചിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കറുത്ത കളറുള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഓറഞ്ച് കളറിലുള്ള ഒരു നോബും കാണാം. ഈ ഭാഗമാണ് നമ്മൾ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഭാഗം ഇതുപോലെ തിരിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ രീതിയിൽ വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ. ഇനി അടുത്തതായിട്ട് ബ്യൂട്ടൈൻ സിലിണ്ടർ എടുക്കുക. ബ്യൂട്ടൈൻ സിലിണ്ടറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ബ്രേസിംഗ് ടോർച്ചിൻ്റെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു കറുത്ത കളറിലുള്ള ഒരു ഭാഗം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗം നേരത്തെ കാണിച്ച ആ ബ്യൂട്ടൈൻ സിലിണ്ടറിൻ്റെ കട്ടിങ്ങിനുള്ളിൽ വരുന്ന പോലെയാണ് നമ്മളത് കണക്ട് ചെയ്യേണ്ടത്. ഒരല്പം ബലം പ്രയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റാകും. ഇനി അതിനുശേഷം അടിയിലുള്ള ആ ബ്യൂട്ടൈൻ്റെ സിലിണ്ടർ നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിക്കുക. അപ്പോഴാണ് ആ സിലിണ്ടറും ബ്രേസിംഗ് ടോർച്ചും ലോക്ക് ആകുന്നത്. ഇനി അടുത്തതായിട്ട് ആ ഓറഞ്ച് നോബ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വലത്തേക്ക് തിരിക്കുക. അത് പൂർണ്ണമായിട്ട് തിരിച്ചു കഴിയുമ്പം ആ വാൽവ് ക്ലോസ് ആകും. വാൽവ് ക്ലോസ് ആകുന്ന അപ്പോൾ തന്നെ ആ ഗ്യാസ് ഫ്ലോ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് നോബ് ഒരല്പം ഇടത്തേക്ക് തിരിക്കുക, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് ഗ്യാസ് പോകുന്നൊരു സൗണ്ട് കേൾക്കാം. ആ സമയത്ത് ലൈറ്റർ എടുത്തിട്ട് ഇതുപോലെ കത്തിക്കുക. ഇനി നമ്മൾ നോബ് ഇടതുവശത്തേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുകയാണെങ്കിൽ ആ ഫ്ലെയിമിൻ്റെ ശക്തി കൂടുന്നതായിട്ട് കാണാം. അതുപോലെ ഫ്ലെയിം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചാൽ മതി. ബ്രേസിംഗ് ടോർച്ചിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നോബ് നമ്മൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ആ സിലിണ്ടറിൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് ചെറുതായിട്ട് ഇടത്തേക്ക് തിരിക്കുക. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ ആ മുകളിലുള്ള ആ ലോക്ക് ഡിസ്കണക്റ്റ് ആവും. ബ്രേസിംഗ് ടോർച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് സിലിണ്ടറിൽ കണക്ട് ചെയ്യുന്ന ആ കറുത്ത ഭാഗത്തിന് ഏതെങ്കിലും ഓവറായിട്ട് ഇളക്കമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആ സിലിണ്ടറിൽ കണക്റ്റ് ആകില്ല. കൂടാതെ ബ്യൂട്ടൈൻ ഗ്യാസ് ലീക്ക് ആകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എയർ എടുക്കാനുള്ള ഈ ഹോളാണ് കാണുന്നത്. ആ ഭാഗവും നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ബ്രേസിംഗ് ടോർച്ചാണ്. ഒരല്പം ഹാർഡായിട്ടുള്ള കോപ്പർ ട്യൂബുകൾ ബ്രേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 ഫ്ലെയിമുള്ള ബ്രേസിംഗ് ടോർച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ഫ്രിഡ്ജുകളുടെയൊക്കെ കംപ്രസറിലുള്ള ചാർജ് ലൈനൊക്കെ ബ്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ചൂടാകാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നത് കാണാം, സാധാരണ ബ്രേസിംഗ് ടോർച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഡബിൾ ബ്രേസിംഗ് ടോർച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് സിലിണ്ടറിൽ കണക്ട് ചെയ്യുന്ന രീതിയും ഇതിൻ്റെ പ്രവർത്തന രീതിയും എല്ലാം നേരത്തെ കാണിച്ച സിംഗിൾ ബ്രേസിംഗ് ടോർച്ചിൻ്റെ പോലെ തന്നെയാണ്. സിലിണ്ടറിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രേസിംഗ് ടോർച്ചിൻ്റെ ആ 2 പൈപ്പുകൾ വരുന്ന ഭാഗം നന്നായിട്ട് മുറുക്കി വെക്കുക. അതിനുശേഷം ബ്രേസിംഗ് ടോർച്ചിൻ്റെ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഈ പൊസിഷനിലേക്ക് ആക്കി വെക്കുന്നു. ബ്രേസിംഗ് ടോർച്ച് ബ്യൂട്ടൈൻ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ നോബ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോബ് ഒരല്പം മാത്രമേ ഓപ്പൺ ആക്കാവൂ. നമ്മൾ നോബ് ഫുള്ളായിട്ട് ഓപ്പൺ ആകുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് വരികയും അങ്ങനെ അത് കത്താതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ നമ്മൾ നോബ് ഓപ്പൺ ആക്കാവൂ. അതിനുശേഷം ലൈറ്റർ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് കത്തിക്കാൻ.
അതിനുശേഷം ഫ്ലെയിമിൻ്റെ ശക്തി കൂട്ടണമെങ്കിൽ വളരെ പതുക്കെ നോബ് തിരിച്ച് ഓപ്പൺ ആക്കുക. ഇനി ബ്രേസിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആ ബ്യൂട്ടൈൻ്റെ സിലിണ്ടർ ചെരിക്കാൻ പാടില്ല. എല്ലായ്പ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ കുത്തനെയുള്ള പൊസിഷനിൽ മാത്രമേ പിടിക്കാവൂ. കാരണം ബ്രേസ് ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടൈൻ സിലിണ്ടർ നമ്മൾ ഒരുപാട് ചെരിക്കുകയാണെങ്കിൽ ബ്രേസിംഗ് ടോർച്ചിൻ്റെ ആ ഫ്ലെയിമിലേക്ക് ഒരുപാട് ബ്യൂട്ടൈൻ്റെ ലിക്വിഡ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ബ്രേസിംഗ് ടോർച്ചിന് മൊത്തമായിട്ട് തീ കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും വെർട്ടിക്കലായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രേസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്രേസിംഗ് ടോർച്ച് ഓഫാക്കി അത് സിലിണ്ടറിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് സുരക്ഷിതമായിട്ട് വയ്ക്കുക. കൂടാതെ ബ്യൂട്ടൈൻ്റെ സിലിണ്ടറിൽ മുകളിലൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് വെച്ച് നന്നായി അടച്ച് സൂക്ഷിക്കുക. ബ്രേസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൂടി കരുതുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ തീ പടരുകയാണെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ട് മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് തീ കെടുത്താൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.